നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് ചന്ദ്രാശ്രയ രാശിഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അതായത് ചന്ദ്രൻ ഓരോ രാശിയിലും നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. മേടം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നയാൾ ഏത് കാര്യത്തിലും നല്ല ചുറുചുറുക്കുള്ള വ്യക്തിയായിരിക്കും. വളരെ സ്പീഡിലുള്ള നടപ്പും ചൂടുള്ള ഭക്ഷണങ്ങളോടുള്ള താല്പര്യവും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഇവർക്ക് ഇലക്കറികളോട് വലിയ താല്പര്യമായിരിക്കും. പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളോട് വലിയ താല്പര്യമുള്ളവരായിരിക്കും. വലിയ അഭിമാനികളായിരിക്കും. മുൻകോപമുള്ളവരും ആയിരിക്കും. ചന്ദ്രൻ ഇടവം രാശിയിൽ നിൽക്കുമ്പോഴാണ് ജനനമെങ്കിൽ ആ വ്യക്തി നല്ല മുഖസൗന്ദര്യമുള്ളയാളായിരിക്കും. അതുപോലെ മികച്ച രീതിയിലുള്ള സമ്പത്തും പ്രതാപവും ഉണ്ടായിരിക്കും. ഇവർ ത്യാഗമനോഭാവമുള്ളവരും നല്ല സഹനശക്തിയുള്ളവരും ആയിരിക്കും. ഇനി സന്താനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് മിക്കവാറും സ്ത്രീ സന്താനങ്ങൾ ഉള്ളതായിട്ടാണ് കണ്ടുവരുന്നത്. ഇവർ കൂടുതലും ബന്ധുക്കളിൽ നിന്നും അകന്നു താമസിക്കുന്നതായിരിക്കും. ഇവർക്ക് ജീവിതകാലത്തിൻ്റെ മധ്യത്തിലും അന്ത്യത്തിലും സുഖജീവിതമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മിഥുനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നല്ല ബുദ്ധിസാമർഥ്യവും ശരീര സൗന്ദര്യവും മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന തരത്തിലുള്ള സംസാര രീതിയും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല ഫലിതപ്രിയനുമായിരിക്കും. അതുപോലെ തന്നെ സംഗീതാദി കലകളോടും വലിയ താല്പര്യമുണ്ടായിരിക്കും. അടുത്തതായി ചന്ദ്രൻ കർക്കിടകം രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നയാളുടെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇവർക്ക് ഗണിതശാസ്ത്രത്തിൽ നല്ല അറിവുണ്ടാകും എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല ഇവർക്ക് ചന്ദ്രനെ പോലെ തന്നെ ധനാദി സമ്പത്തുകൾക്കും ഐശ്വര്യത്തിനും വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇവരുടെ ധനവും സമ്പത്തും ഐശ്വര്യവും ഒന്നും എപ്പോഴും ഒരേ രീതിയിൽ നിലനിൽക്കില്ല. ഉയർച്ച താഴ്ചകൾ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവർക്ക് സ്വന്തക്കാരേക്കാൾ ബന്ധുജനങ്ങളോടാണ് കൂടുതൽ സ്നേഹമുണ്ടാവുക. മാത്രമല്ല ഇവർക്ക് മാതാവിനോട് വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ തുടുത്ത കവിൾത്തടങ്ങളോട് കൂടിയവരായിരിക്കും എന്ന് പറയുന്നു. ഇവർ മുൻകോപികളും കലഹപ്രിയരുമായിരിക്കും. ഇവർക്ക് ഏറിയകൂറും പുരുഷ സന്താനങ്ങൾ ഉണ്ടാവുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇവർക്ക് സാമർഥ്യവും തൻ്റെ ഇടവും കൂടിയിരിക്കും. തികഞ്ഞ അഭിമാനികളുമായിരിക്കും. മാത്രമല്ല ഇവർ കുറച്ച് ക്രൂര സ്വഭാവക്കാരുമായിരിക്കും. കന്നിരാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് ജനനമെങ്കിൽ അങ്ങനെയുള്ളവർ ലജ്ജാശീലരായിരിക്കും. യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇവർക്ക് സംഗീതാദി കലകളിൽ നല്ല കഴിവുമുണ്ടായിരിക്കും. സ്വന്തം വീട് വിട്ട് അന്യദേശത്തും അന്യഭവനങ്ങളിലും താമസിക്കാൻ യോഗമുള്ളവരായിരിക്കും ഇവരിൽ കൂടുതൽ പേരും. ഇവർക്കും സ്ത്രീ സന്താനങ്ങൾ ഏറിയിരിക്കും. ഇവർ സത്യം, ധർമ്മം, നീതി എന്നിവയ്ക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നവരായിരിക്കും. ചന്ദ്രൻ കർക്കിടകം, ഇടവം
എന്നീ രാശികളിൽ സ്ഥിതി ചെയ്യുമ്പോഴും തിങ്കളാഴ്ച ദിവസവും 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴും സ്വന്തം ദ്രേക്കാണത്തിലോ സ്വന്തം ഹോരയിലോ നിൽക്കുമ്പോഴും ശുഭദൃഷ്ടിയോടും കൂടി നിൽക്കുമ്പോൾ ചന്ദ്രൻ പ്രത്യേകം ബലവാനാണ്. പക്ഷബലത്തോടുകൂടി മേൽപ്പറഞ്ഞ പ്രകാരം നിന്നാൽ ചന്ദ്രൻ രാജയോഗത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ചന്ദ്രൻ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി തുടങ്ങിയ രാശികളിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവരുടെ രാശിഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.